എല്ലാവർക്കും മല്ലിമുത്ത് വ്ളോഗ്സിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഒരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ നാട്ടിൽ വന്നിട്ടുള്ളത്. നാട്ടിൽ വന്നു കഴിഞ്ഞപ്പം നമുക്ക് കഴിക്കാൻ കിട്ടിയൊരു ഫ്രൂട്ടാണിത്. എത്ര പേർക്ക് ഇത് അറിയുമെന്ന് എനിക്കറിയില്ല. ഇത് നമ്മൾ ആഞ്ഞിലി ചക്ക എന്ന് പറയും. ചക്കയുടെ ഇനത്തിൽപ്പെട്ടയൊരു ഇതാണ്. ആഞ്ഞിലിയിലാണ് ഇത് ഉണ്ടാവുന്നത്. ഇത് കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ, നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിന് പേര് പറയാന്ന്. ഓൾമോസ്റ്റ് നമ്മുടെ ചക്കയുടെ സിമിലറാണ്. മുകളിലൊരു മാംസവും അകത്തൊരു കുഞ്ഞു വട്ടത്തിലൊരു കുരുവൊക്കെ ആയിട്ട് അതിനും കറയുണ്ട്. ചക്കയ്ക്ക് കറയുണ്ടല്ലോ, അതുമാതിരി തന്നെ സെയിം ഇതിനും കറയുണ്ട്. നല്ല സ്വാദാണ് ഇത് കഴിക്കാൻ കേട്ടോ. ഞങ്ങളിതിന് സ്റ്റാറ്റസ് ഇട്ട് ഇങ്ങനെ ഇത് കിട്ടിക്കഴിഞ്ഞപ്പം ഇങ്ങനെ കഴിച്ചിട്ട് നമ്മൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുമ്പോൾ കുറേ പേരും ഇത് കഴിച്ചിട്ടില്ല, ഇതെന്താ സാധനം എന്നൊക്കെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ തന്നെ പല സ്ഥലത്തുള്ളവരുണ്ടല്ലോ, അപ്പോൾ അവരൊക്കെ ഇങ്ങനെ മെസ്സേജ് ഇട്ട്. കേരളത്തിലുള്ളവരായിട്ട് പോലും ഇത് കഴിച്ചിട്ടില്ല എന്നുള്ള മെസ്സേജാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് പറഞ്ഞത്. ഇത് പലയിടത്ത് പല പേരിൽ പറയണു അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എന്നത് അല്ലിക്കുട്ടിയും കഴിച്ചു. അല്ലിക്കുട്ടിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ, ഭയങ്കര ഇഷ്ടമായിരുന്നു അത്. ദിവസം രാവിലെ ആകുമ്പോൾ അച്ഛനും മോളും കയറും ഇതിൽ പറിക്കാനായിട്ട്. ഇത് നമ്മുടെ ഗുരുവായൂരിൽ നിന്ന് വാങ്ങിയൊരു കമ്മലാണ് കേട്ടോ, സൂപ്പറാണ്. ഒരുപാട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു കമ്മൽ, ഒരു ഓടക്കുഴലും ഒരു പീലിയും ഒക്കെ ആയിട്ട്. നമ്മൾ ഈവനിങ്ങിൽ എവിടെയാണ് അമ്പലത്തിൽ പോവാണ് കേട്ടോ, മലനാട് അമ്പലത്തിലേക്ക് പോകും. അപ്പോൾ ഇവിടെ ഭയങ്കര കൊതുവാണ് നമ്മുടെ വീട്ടിൽ. കുറേ ദിവസമൊക്കെ താമസിക്കാതിരിക്കുകയും പിന്നെ വന്നപ്പോൾ ഇവിടെ എല്ലാം ചെത്തി വൃത്തിയാക്കിയൊക്കെ ചെയ്തപ്പോഴത്തേക്കിനും ഫുള്ളും കൊതുകായി. അങ്ങനെ അച്ഛനും മോളും പുകയ്ക്കുകയാണ്. ഇതാണ് അള്ളിയുടെ ഔട്ട്ഫിറ്റ് ആയിരുന്നത് അന്നത്തെ അമ്പലത്തിലെ ഔട്ട്ഫിറ്റ്. പിന്നെ ഇതൊരു ചെരുപ്പില്ല, നമ്മുടെ മീററ്റിൽ പോയപ്പോൾ അന്ന് ഇതവണ ഷോപ്പിംഗ് കാണിച്ചില്ലേ, അന്ന് വാങ്ങിയതാണ്. ചെരുപ്പൊക്കെ എവിടെയെങ്കിലുമൊക്കെയാണ് കിടക്കുന്നത്. അല്ലിയൊന്നും കൃത്യമായിട്ട് വെക്കത്തില്ല, എല്ലാം വലിച്ച് വാരി എടുത്ത് കളയും. നമ്മളിവിടെ വന്നതൊക്കെ ഫുൾ ക്ലീനിങ്ങും പരിപാടികളൊക്കെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് ചെടിച്ചട്ടിയൊക്കെ ഒരു പാതിരിയായിട്ട് ഇരിപ്പുണ്ട്. അങ്ങനെ പിന്നെന്താ, ഇതൊക്കെ എന്നാലും കുറേയൊക്കെ പൂത്ത് ഒക്കെ നിൽപ്പുണ്ട്. നമ്മൾ നട്ടു വെച്ച് പോയ കുറേ അച്ഛനും അമ്മയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അച്ഛനും അമ്മയും ഡെയിലി വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇത് നമ്മുടെ പൊമോഗ്രാനൈറ്റിൻ്റെ ചെടിയാണ്. അപ്പോൾ അത് പൂവുണ്ടായി, കായൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇങ്ങനത്തെ ഇതാണ് എൻ്റെ ഗാർഡൻ. ഇതൊക്കെ ഇനി നമ്മൾ വന്നിട്ട് സെറ്റാക്കണം. ഫുള്ളും കടക്കൊക്കെ കയറി കിടക്കുമായിരുന്നു. പിന്നെ ആളെ നിർത്തി നമ്മൾ വൃത്തിയാക്കിയിട്ടാണ് ഇവിടെ വന്ന് നമ്മൾ തിരിച്ചു വന്നു കേട്ടോ. അത് നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഫുള്ളും തിരക്കായി. വീഡിയോ ഒന്നും ഇടാൻ തന്നെ പറ്റിയില്ല. വീഡിയോ കുറേയൊക്കെ എടുത്തു, എന്നാലും കുറച്ചൊക്കെ പറ്റിയുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ പച്ചക്കറീൻ്റെ വേസ്റ്റൊക്കെ നമ്മളിങ്ങനെ ചെടിയുടെ ചോട്ടിൽ കൊണ്ടുവന്നിടും. അങ്ങനെയാണ് ഈ മത്തന്, കുമ്പളം, തക്കാളി, മുളക് അങ്ങനെ കുറേ കിളിച്ച് കിട്ടും കേട്ടോ. ഞാൻ ഇവിടെ നാട്ടിൽ നിൽക്കുന്ന സമയത്ത് ഇതൊക്കെ കിളിച്ച് നമുക്ക് കായും കിട്ടിയിട്ടുണ്ട്. ഇതും അങ്ങനെ ഏതൊരു ചെടിയാണ്, പേരൊന്നും എനിക്കറിയില്ല, പക്ഷെ നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ നമ്മൾ വാങ്ങി വെച്ചതാണ്, ഈ നഴ്സറിയിൽ നിന്ന് വാങ്ങുമല്ലോ, അങ്ങനെ വാങ്ങി വെച്ചിരുന്ന ചെടിയാണ്. പിന്നെ അതിന് ശേഷം ഞങ്ങൾ പോയി കഴിഞ്ഞാൽ അച്ഛൻ നേരം ഒരു 3-4 ചെടി, ഈ ഒരു ഫ്ലവറിൻ്റെ ചെടി എവിടെ നിന്നോ കിട്ടിയിട്ട് അച്ഛൻ അങ്ങനെ നട്ട്. ഞങ്ങൾ വന്നപ്പം നല്ല അടിപൊളിയായിട്ട് പൂത്ത് നിൽപ്പുണ്ടായിരുന്നു. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്, കുറേ ദിവസം നിൽക്കുകയും ചെയ്യും. അങ്ങനെ പിന്നെ നമ്മൾ മലനട അമ്പലത്തിൻ്റെ മെയിൻ അമ്പലമാണിത്. പിന്നെ മലനടയ്ക്ക് പോകുന്ന വഴിക്ക് അത് ആലുകളുടെ വേരി ഇങ്ങനെ നിൽക്കുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ. ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണിത് ഇവിടെ. അപ്പോൾ ഇവിടെ കയറി തൊഴുതിട്ടാണ് നമ്മൾ മലനട അമ്പലത്തിലേക്ക് പോകുന്നത്. അത് നമ്മളുടെ നാട്ടിൽ മിക്കവാറും എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. അങ്ങനെ മലനട അമ്പലത്തിലെത്തി. വളരെ പോസിറ്റീവ് എന്ന് പറഞ്ഞപ്പോൾ അവിടെ ചെന്ന് കുറച്ച് നേരം ഇരുന്നാൽ തന്നെ നമ്മുടെ മൈൻഡ് വല്ലാണ്ട് ഫ്രഷാവും. അങ്ങനെ അത്രയൊരു എന്തോ ഒരു ചൈതന്യമുള്ളൊരു അമ്പലമാണ് മലനട അമ്പലം. ദുര്യോധന ക്ഷേത്രമാണ്. അധികം ദുര്യോധന ക്ഷേത്രങ്ങൾ ഇല്ലല്ലോ, പക്ഷേ ഇവിടെ ദുര്യോധന ക്ഷേത്രമാണിത്. ഇവിടുത്തെ പ്രധാന വഴിപാട് മുറുക്കാനും കള്ളും അങ്ങനെയൊക്കെയാണ് കേട്ടോ. അടുക്ക് എന്നൊക്കെ പറയും, വെറ്റയും പാക്കും പിന്നെ പൊയിലയും അങ്ങനെയൊക്കെ വെച്ചിട്ട് അത്, പിന്നെ കള്ള് കുപ്പി കിട്ടും ഇവിടെ. അങ്ങനെ അതൊക്കെയാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള നേർച്ച. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ കാളയുടെയും ഒരു മാനിൻ്റെയും ഒക്കെ ഇങ്ങനെ രൂപമുണ്ട്. അങ്ങനെ അവിടെയൊക്കെ പോയി നമ്മളെല്ലായിടം പോയി തൊഴുതു വന്നു. കാരണം കുഞ്ഞിനെയും കൊണ്ട്, അതായത് മുത്തിനെയും കൊണ്ടിട്ട് ശബരിമലയ്ക്ക് പോവാണ് അടുത്ത ദിവസം. അപ്പോൾ നമ്മുടെ അമ്പലങ്ങളിലെല്ലാം പോയി തൊഴിയിച്ച് കൊണ്ടുവന്നിട്ടാണ് നമ്മൾ മോളെ ശബരിമലയ്ക്ക് കൊണ്ടുപോകുന്നത്. പെൺകുട്ടികൾക്ക് 10 വയസ്സ് വരെയല്ലേ ശബരിമലയ്ക്ക് പോകാൻ പറ്റും. അപ്പം മോൾക്കിപ്പോൾ ഏകദേശം 7 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ടിട്ട് മോളെ ശബരിമല കൊണ്ടുപോയി തൊഴിയിക്കാമെന്ന് വിചാരിച്ചു. ആദ്യമായിട്ട് പോവാണ് കേട്ടോ, അതിന് മുമ്പെങ്കിലും മോളെ കൊണ്ടുപോയിട്ടില്ല. അവിടെ തൊഴിയിക്കാമെന്നുണ്ട്. അല്ലെങ്കിൽ ഒരു തവണയെങ്കിലും കുഞ്ഞിനെ ഒന്ന് കൊണ്ടുപോയി തൊഴിയിക്കണമല്ലോ. നല്ല കാഴ്ചയാണ് അവിടുത്തെ കേട്ടോ. മലനട അമ്പലത്തിലെ സൈഡിലായിട്ട് വയൽ ഉണ്ട്.
വയലിലാണ് നമ്മുടെ ഉത്സവ സമയത്തൊക്കെ കാളയും കുതിരയൊക്കെ കാണുക. അങ്ങനെ സന്ധ്യ മയങ്ങിയ നേരമാണ് കേട്ടോ. കിളികളൊക്കെ ഇങ്ങനെ കൂടണയാൻ പോകുന്നതും ഒക്കെ നോക്കി കുറേ നേരം ഞങ്ങൾ അവിടെ ഇരുന്നു. അത് കഴിഞ്ഞിട്ടാണ് തിരിച്ചു വന്നത്. നല്ല ഇരുട്ടാവാറൊക്കെ ആയപ്പോഴാണ് നമ്മൾ തിരിച്ചു വന്നത്. പിന്നെ അവിടെ ചെന്ന് കുറേ കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ ഫോണിൻ്റെ ബാറ്ററി തീർന്നു. ചാർജ് ചെയ്യാൻ മറന്നുപോയി. അങ്ങനെ ബാറ്ററി തീർന്നുപോയി. പിന്നെ ഉള്ളത് അങ്ങനെ ഷൂട്ട് ചെയ്യാനൊത്തില്ല. അതെ, സൂര്യാസ്തമയമൊക്കെ കണ്ട് കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് കപ്പലിൻ്റെയൊക്കെ കുറിച്ചിരിക്കുമ്പം വല്ലാത്തൊരു സുഖം. ഒരാൾ പോയി നിൽക്കുന്നുണ്ട്. ഇത് ഫുള്ളും വയലാണ്. ഇത് അമ്പലത്തിൻ്റെ വയലാണ് കേട്ടോ. അതെ, കലാമണ്ഡലം മുത്തുലക്ഷ്മി നൃത്തവും തുള്ളി നടപ്പുണ്ട് അവിടെ. കുട്ടികൾക്ക് ഇതൊക്കെ ഇവിടെയൊക്കെ വരുമ്പോഴേ വല്ലാണ്ടൊരു രസമാണ്. ഇങ്ങനെ ഒരു ചെരിവായിട്ട് വന്നിട്ട് താഴെ വയൽ, മേളിലായിട്ട് അമ്പലം. ആ സൈഡിൽ കാണുന്നത് അമ്പലത്തിൽ തന്നെ ഈ നേർച്ചയുണ്ട്, കോഴി കാള അങ്ങനെയൊക്കെ. അപ്പോൾ അതിനെയൊക്കെ കെട്ടിയിടുന്നിടമാണ് അവിടെ. പിന്നെ ഇതാണ് അമ്പലം. ഇവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, നമ്മുടെ സ്വന്തം പെരുവരുത്തി മലനടാന്നും പറഞ്ഞ് അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ കണ്ട കിളിയൊക്കെ കൂടണയാൻ പോകുന്നത്. അവിടെ ഒരു മരം നിറയെ കിളിയുണ്ട്. ഞങ്ങൾ പിന്നെ കുറച്ച് കഴിഞ്ഞ് ഇങ്ങനെ താഴോട്ട് ഇറങ്ങി വന്നു, വയലൊക്കെ കാണിക്കാമെന്ന് വെച്ചാൽ. അപ്പോഴാണ് എൻ്റെ മൊബൈലിൻ്റെ ബാറ്ററി തീർന്നത്. പിന്നെ അങ്ങനെ പോന്നു. പിന്നെ ഇതാണ് നമ്മുടെ കാവിലമ്പലം. തൊട്ട് പിറ്റത്തെ ദിവസമാണ്. അങ്ങനെ കുഞ്ഞിനെ മലയ്ക്ക് കൊണ്ടുപോയി. അങ്ങനെ ഒരു വലിയൊരു വഴിപാടായിരുന്നു അത്. വ്രതമൊക്കെ എടുത്ത് അങ്ങനെ മലയ്ക്ക് പോയി. അതുപോലെ നമ്മൾ പളനിക്ക് പോയി. ഭക്തിസാന്ദ്രമായ യാത്രയായിരുന്നു ഇത്തവണ നാട്ടിൽ പോയപ്പം. അങ്ങനെ കുറേ അമ്പലത്തിലൊക്കെ പോയി വഴിപാടുകളൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഇതിന് ബാക്കി വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. കുറേ ആയിട്ട് എൻ്റെ വീഡിയോസൊന്നും ഇല്ലായിരുന്നു. മാക്സിമം ഉൾപ്പെടുത്താൻ അല്ലെങ്കിൽ വീഡിയോ ഇടാനായിട്ട് ഞാൻ ശ്രമിക്കാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടാവുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അങ്ങനെ എൻ്റെ കുഞ്ഞുമല കയറുകയാണ്. വെളുപ്പിനെയാണ് കയറി, രാത്രി കയറി വെളുപ്പിനെ കയറി തൊഴുവായിരുന്നു കേട്ടോ. നിറയെ ആളുകളുണ്ടായിരുന്നു. 1-ാം തീയതി തുറന്നപ്പോഴാണ് അവർ പോയത്. കുഴപ്പമില്ലായിരുന്നു. മോളും ഫുള്ളും മല കയറി. ഞാനിവിടുന്ന് പറഞ്ഞു വിട്ടു, എല്ലാ മലയും കയറണം, മോൾ നടന്ന് കയറണം കേട്ടോ എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ കുഞ്ഞ് കയറി. അപ്പം ബാക്കി വീഡിയോ ആയിട്ട് അടുത്തത് കാണാം. ബൈ ബൈ.